നമസ്കാരം. ഷിബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തിൽ ഫസ്റ്റ് ഇയറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ നോക്കാം. 2024 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ്. പരീക്ഷയ്ക്ക് 2.5 മണിക്കൂർ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. 2.5 മണിക്കൂർ സമയവും അതിന് മുമ്പ് 15 മിനിറ്റ് ഒരു കൂൾ ഓഫ് ടൈമും കൂടെയാണുള്ളത്. ആ കൂൾ ഓഫ് ടൈം സമയത്ത് കൃത്യമായി നിങ്ങൾ അതിനെ ഉപയോഗിക്കുക. അതായത് ഈ സമയത്താണ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ചോദ്യങ്ങൾക്ക്, അതിന്റെ കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 തന്നിട്ട് 4 എഴുതുക, 6 തന്നിട്ട് 5 എഴുതുക. ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ടൈമാണിത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കണ്ടെത്തി വെക്കേണ്ടതും കൂൾ ഓഫ് ടൈമിലാണ്. അങ്ങനെയാണെങ്കിൽ +1 +2കാർക്ക് ഉത്തരം എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. 15 മിനിറ്റ് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇതില് 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 ഉചിതമായ 2 ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 2 സ്കോർ വീതമാണ് ഉള്ളത്. സമൂഹത്തെ ഗുണപരമായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ചരിത്രം ഓർത്തു വെക്കുന്നത്. ജോനാഥൻ എന്ന കടൽക്കാക്കയുടെ ജീവിതവുമായി ഈ ആശയത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന 2 സവിശേഷതകൾ എഴുതുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാലോ, ആ ജോനാഥൻ എന്ന കാക്കയുടെ ഉള്ളിലെ സ്വപ്നം എന്തായിരുന്നു? തന്റെ ജനം ഇരുളിനെ കീറിമുറിച്ച് മുകളിലേക്ക് പറക്കുന്നതായിരുന്നു അവന്റെ സ്വപ്നം. അതുപോലെ കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവന് മാത്രമേ കൂടുതൽ ദൂരം കാണാനാവൂ. അപ്പൊ കടൽക്കാക്കളുടെ ഒരു രീതി അനുസരിച്ച് എപ്പോഴും വെള്ളത്തിന്റെ ജലോപരിതലത്തിൽ പറക്കുന്നവയാണ്, മീനാണ് അവരുടെ ലക്ഷ്യം. വേറൊന്നും അവരുടെ മനസ്സിലെ ചിന്തകളിലേ ഇല്ല. പക്ഷെ ജോനാഥൻ ചിന്തിച്ച അങ്ങനെയല്ല. തന്റെ ഒപ്പമുള്ളവർ മറ്റുള്ള പക്ഷികളെ പോലെ ആകാശത്തേക്ക് ഉയർന്നു പറക്കണമെന്ന്, ഒരുപാട് കാഴ്ചകൾ കാണണമെന്ന്, ഒരുപാട് അകലേക്ക് പോകണമെന്ന് അവൻ ചിന്തിച്ചു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം സ്കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം, ചെറുതുകളുടെ അതിജീവനമാണ് TP രാജുവിന്റെ മത്സ്യം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവശർ, മാറ്റി നിർത്തപ്പെട്ടവർ, ദുർബലർ, രോഗികൾ, ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ളവരെ ഈ മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മത്സ്യത്തിന് സമൂഹം എന്ന വ്യവസ്ഥയ്ക്കകത്ത് ചിലരിങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അവർക്കും ജീവിച്ചേ പറ്റൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ചെറിയവരാണെങ്കിലും അവരുടെ മനസ്സ് പ്രതിരോധത്തിന് സജ്ജമായിരിക്കും. നമുക്കറിയാലോ, ഈ അവശ വിഭാഗം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളി കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത്. അത് അധ്വാനിച്ച് ജീവിക്കാനുള്ള അവന്റെ പ്രതിരോധ സജ്ജമായ മനസ്സാണ്. അല്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും അവൻ തയ്യാറാകുന്നില്ല. അതാണ് ആ ചെറിയവരുടെ പ്രതിരോധ സജ്ജമായ മനസ്സെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചരിത്രം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നവരെ ആൾക്കൂട്ടം ഇതിലെ പ്രധാന കഥാപാത്രമാണ്. ആൾക്കൂട്ടം കടന്നു വരുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് റിച്ചി കള്ളനെ പിടിക്കുന്നിടത്ത് ആൾക്കൂട്ടം എത്തുന്നുണ്ട്. റിച്ചി ഒരു സൈക്കിൾ മോഷ്ടിക്കുമ്പോൾ ആൾക്കൂട്ടം അയാളെ കൈയോടെ പിടികൂടുന്നു. അപ്പൊ ഇത് രണ്ടിടത്തും ആൾക്കൂട്ടം ഒരു പ്രധാന കഥാപാത്രമാണ്. നാലാമത്തെ ചോദ്യം, കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു. എന്നെ പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ. അപ്പൊ ഈ ഒരു ആശയം അനർഘ നിമിഷത്തിലുള്ളതാണ്. ഇതിന് സമാനമായി ഇവിടെ കൊടുത്തിരിക്കുന്ന 2 ആശയങ്ങൾ ജനനത്തിന്റെ മരണത്തിന്റെ ഇടയിലുള്ള കുറച്ച് അനർഘമായ നിമിഷങ്ങളാണല്ലോ ജീവിതം. രണ്ടാമത്തേത്, മരണത്തിന്റെ ഇരുണ്ട ഗുഹാമുഖം ദർശിക്കുന്ന മനുഷ്യന്റെ അവാച്യമായ മാനസിക വിഭ്രമമാണ് അനർഘ നിമിഷം എന്ന് പറയാം. മരണത്തിന്റെ മുഖത്തെത്തിക്കഴിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സങ്കടവും വിഷമവും എല്ലാം ഈ അനർഘ നിമിഷത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം. അരുളുള്ളവനാണ് ജീവി എന്നതിൽ 9 അക്ഷരങ്ങളുണ്ട്. നവം 9. അപ്പൊ ഇതുമായിട്ട് ആശയം ചേരുന്ന 2 ആശയങ്ങൾ ഇതിനകത്ത് വരുന്നത്, അരുള് സ്നേഹം, അൻപ് അതും സ്നേഹം തന്നെയാണ്, അനുകമ്പ, ദയ, ഇതെല്ലാം ചേരുന്നവനാണ് മനുഷ്യൻ. രണ്ടാമത്തേത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ ഉള്ളിലുള്ളവൻ. അങ്ങനെയുള്ളവനാണ് മനുഷ്യൻ. ഒരു ഉറുമ്പിന് പോലും തന്നെ കൊണ്ടൊരു വിഷമം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവനായിരിക്കണം മനുഷ്യൻ. ആറാമത്തെ ചോദ്യം, ഗർഭപാത്രം പ്രതീകമായി മാറുന്ന കഥയാണ് KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ. അപ്പൊ ഈ ആശയം ശരിവെക്കുന്ന 2 കഥാസന്ദർഭങ്ങൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഓപ്പറേഷൻ ടേബിളിന്റെ താഴെ വെച്ചിരിക്കുന്ന തൊട്ടിയിലാണ് അമ്മയുടെ ഗർഭപാത്രം രക്തത്തോടെ അയാള് നിക്ഷേപിക്കുന്നത്. രണ്ടാമത് ഒരു സൂചന ഗർഭപാത്രത്തെ കുറിച്ചുള്ളത്, 11 സ്റ്റിച്ച് അമ്മയ്ക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ടേബിളിൽ അടിയിലിരിക്കുന്ന തൊട്ടിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഡോക്ടർ. താൻ 10 മാസം കിടന്ന് ജീവൻ തുടിച്ച ആ ഒരു അവയവമാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് മുറിച്ച് ഡോക്ടർ ഓപ്പറേഷൻ ടേബിളിന്റെ അടിയിലെ തൊട്ടിയിൽ ഇട്ടിരിക്കുന്നത്.
ഇനി 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ചോദ്യം ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1 2 വാക്യങ്ങളിൽ നിന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇതിനൊന്നും പാരഗ്രാഫ് കണക്കിന് എഴുതേണ്ട ആവശ്യമില്ല. ഇതിനൊന്നും ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. മാക്സിമം പോയ 3 സെന്റൻസ്, അതിനപ്പുറത്തേക്ക് ഉത്തരം പോവുകയേ ചെയ്യരുത്. 2 മാർക്കേ ഉള്ളൂ. 1 2 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. അത് 4 ചോദ്യത്തിൽ 3 എഴുതിയാൽ മതി. ഓർമ്മയുടെ ജനബന്ധ കഥയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പരാമർശങ്ങൾ, അതിനകത്ത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ക്ലോക്ക് ടവറിൽ പോയി ഒരു ദേശീയ പതാക ഉയർത്തുന്നതും ക്വിറ്റ് ഇന്ത്യ സമരവും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ആ 2 പരാമർശങ്ങൾ എഴുതുക. പിന്നെ 8ാമത്തെ ചോദ്യം കായലരികത്ത് നാടൻ ഭാഷാ പ്രയോഗം. നാടൻ ഭാഷാ പ്രയോഗത്തിന് കണ്ണിനാൽ എന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം, ആ നാടൻ ഭാഷാ പ്രയോഗമാണ്. അതുപോലെ കയറു പൊട്ടിയ പമ്പരം, കമ്പൊടിഞ്ഞ ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി, അതായത് നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ടപ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തെഴുതേണ്ടത്. പിന്നെ അടുത്തത് 9ാമത്തെ ചോദ്യം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയുടെ ആശയം എഴുതുക എന്നുള്ളതാണ്. താമരക്കുളത്തിന്റെ വക്കിലെ തോപ്പിൽ കൂടി പ്രേമപാത വേദന പാകി മറയുന്ന ഋതുക്കള് കാലങ്ങളുണ്ടല്ലോ, കാലഭേദങ്ങൾ, വസന്തം, ഗ്രീഷ്മം, വർഷം തുടങ്ങിയ കാലങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ കാലഭേദങ്ങളെ കുറിച്ചാണ് കവി പറയുന്നത്. ഇത് വരുന്ന എവിടെ കൂടെയാണ്? താമരക്കുളത്തിലെ വക്കിലെ തോപ്പിൽ കൂടെയാണ്. ആ തോപ്പില് മരങ്ങളും ചെടികളും പൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ വസന്തമാണെന്നും വില പൊഴിയുമ്പോൾ ശിശിരമാണെന്നും ഒക്കെ നമ്മൾ അറിയുന്നു. എന്നിട്ട് അവർ ആ വഴി തന്നെ തിരിച്ചു പോകുന്നു. അവർ ഓരോ സീസൺസും അല്ലെങ്കിൽ ഓരോ ഋതുക്കളും തിരിച്ചു പോകുമ്പോൾ തന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന എന്നാണ് കവി പറയുന്നത്. ഇനി പക്ഷികളെ കുറിച്ച് പറയുന്നത്, ഏകാന്തമായ ഒഴിഞ്ഞ വനത്തിലെ നദീതീരങ്ങൾ തേടി ഗാനനൗകകൾ തുഴഞ്ഞു പോകുന്ന, അതായത് പാട്ടുപാടി പോകുന്ന പക്ഷിക്കൂട്ടങ്ങളെ. പിന്നെ അദ്ദേഹം മലകളെ വിവരിക്കുന്നു. എങ്ങനെ വർണ്ണിക്കുന്നു? കരളിൽ കലമ്പലറ്റ് ആനന്ദ സുഖ തേടി, അതായത് കരളിൽ ആനന്ദം വേണം എന്ന് ആഗ്രഹിച്ച് സമാധിയിൽ ഉറച്ചിരിക്കുന്ന പോലെ, സമാധിയിൽ ഇരിക്കുന്നവരിക്ക് അനങ്ങാതിരിക്കുന്ന പോലെ ഇരിക്കുന്ന വലിയ മലകളെ. ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നവനാണ് ഞാൻ. ഇതെല്ലാം മറന്ന് എനിക്ക് വീടിനകത്തിരുന്ന് കതകടച്ച് ഇരിക്കാൻ പറ്റില്ല. ആ കവിതയുടെ ആശയമാണ് എഴുതേണ്ടത്. അടുത്ത 10ാമത്തെ ചോദ്യം പീലിക്കണ്ണുകളില് കൃഷ്ണൻ ഓർത്തെടുക്കുന്ന കൂട്ടുകാരുമായിട്ടുള്ള അനുഭവങ്ങൾ. 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ 6 അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. 6 4 മാർക്ക് വീതമാണ്, 2 പാരഗ്രാഫായിട്ട് എഴുതുക. ഇതിനാണ് ഇൻട്രൊഡക്ഷൻ വേണ്ടത്. 11ാമത്തെ ചോദ്യം വേരുകൾ നഷ്ടപ്പെടുത്തുന്നത് വരുന്ന പാഠഭാഗത്തിലൂടെ എൻ എ നസീർ ആവിഷ്കരിച്ച കാടകത്തിന്റെ അനുഭൂതികൾ. അറിയാലോ, കാടിന്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും നമ്മൾ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത്. മരങ്ങളുടെ വേരുകൾ നദിയിലേക്ക് എത്തുന്നു. ആ വേരുകളിൽ നിന്നാണ് ഔഷധ മൂല്യങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചുള്ള ഏതെങ്കിലും 4 സൂചനകൾ. ടി പി രാജീവിന്റെ കവിതയിൽ നിന്നുള്ള ആശയങ്ങൾ. 13ാമത്തെ ചോദ്യം കൈപ്പാടും കേൾക്കുന്നുണ്ടോ. 2 പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അന്ധയായ ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ പരിസ്ഥിതിയായിട്ടുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. 14ാമത്തെ ചോദ്യം വിജയെ അഭിമന്യുവിനെ പോലെ ബാല നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലോക്ക് ടവറിന്റെ മുകളിൽ കയറി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ആ ആ കുട്ടി അവിടെ നിൽക്കുകയാണ്. അവന്റെ രൂപം പടക്കളത്തിൽ നിൽക്കുന്ന അഭിമന്യുവിനെ പോലെ. അതിന്റെ ആവിഷ്കാരത്തിന്റെ പ്രാധാന്യം എഴുതുക. പിന്നെ മുഹൈദ്ദീൻ മാലയിലെ ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ കുറിച്ചുള്ള 4 അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അവദാനങ്ങൾ എഴുതുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അറിയാലോ, അദ്ദേഹം കരിഞ്ഞ മരത്തിൽ പോലും പിന്നെ കായ്കൾ വരുത്തുന്നവനാണ്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്നവൻ, അങ്ങനെ ഒരുപാട് അപദാനങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചെഴുതുക. 16ാമത്തെ ചോദ്യം കുറ്റിച്ചൂല്. സ്ത്രീയുടെ അവസ്ഥയാണ്. തേഞ്ഞു തീരാറായ ചൂല്, ഉപയോഗിക്കാൻ കൊള്ളില്ല. അടുക്കളയെ തുടച്ച് വൃത്തികേടാക്കി നാറിയ നാറത്തേപ്പ്, ആ തുണി. ഞണുങ്ങിയ വക്കുള്ള കഞ്ഞിപ്പാത്രം, കഞ്ഞി കുടിക്കാനൊന്നും കൊള്ളില്ല, അറ്റമൊക്കെ തുരുമ്പിച്ചു പോയി, ഞണുങ്ങിപ്പോയി. പിന്നെ ഒരട്ടി മണ്ണ്. അപ്പൊ സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും ദുസ്സഹമായ അവസ്ഥയെക്കുറിച്ചുള്ള സൂചനകളാണ്. 17ാമത്തെ ചോദ്യം, നിങ്ങൾ ഒരിക്കലും ഈ ചോദ്യം കളയരുത്, ഇത് ഉത്തരം എഴുതണം. ജീവചരിത്രത്തിന്റെ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. ആൻസർ എഴുതാൻ എളുപ്പമാണ്. ഇതിനകത്ത് വൈരപ്പള്ളി ശ്രീധര മേനോനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ജനനം, സ്ഥലം, പ്രധാന കൃതികൾ, ബഹുമതികളുണ്ട്. അതിന്റെ ഒപ്പം നിങ്ങൾക്ക് അറിയാവുന്ന 1-2 സെന്റൻസുകളൂടെ ആഡ് ചെയ്താൽ ആ ജീവചരിത്ര കുറിപ്പായി. 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ 2 ഒരു പുറത്തിൽ കവിയാതെ എഴുതുക. 6 മാർക്കാണ്. കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ്. അതിനകത്ത് സ്ത്രീ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം പറയുന്നുണ്ട്.
അതുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാനാണ്. 19 റിച്ചിയും മകനും തമ്മിലുള്ള ആ ഒരു വൈകാരിക ബന്ധം, സൈക്കിൾ മോഷ്ടാക്കളിലെ. 20 ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തിയ നിങ്ങളല്ലേ, അച്ഛനോടും അമ്മയോടും ഉള്ള കൃഷ്ണന്റെ സ്നേഹം. അപ്പൊ ആ പീലിക്കണ്ണുകളുടെ ഒരു ആസ്വാദന കുറിപ്പാണ്. 21ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. തന്നിട്ടുള്ള പ്രയോഗങ്ങളും പാഠഭാഗങ്ങളും 6 മാർക്കാണ്. 6 മാർക്കും കിട്ടും. കാരണം പ്രയോഗങ്ങൾ ഒരു ഭാഗത്തും പാഠഭാഗം വേറൊരു വശത്തുമാണ്. ചിലപ്പോൾ ഒരേ പാഠത്തിലെ തന്നെ പ്രയോഗ ഭാഗങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഇങ്ങനെ താരതമ്യപ്പെടുത്താൻ വരുന്നത്. ഇവിടെ കണ്ടിക്കൻ ചേല വരുന്നത് പീലിക്കണ്ണുകളില്. അരുളുള്ളവനാണ് ജീവി അനുകമ്പ. ചിന്നൊരു പൈതലെ കൊണ്ടുപോയി മുഹൈദ്ദീൻ മാല. ഗുജിലി തെരുവ് വാസന വികൃതി. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ട്. സംക്രമണം. നാലിന്റെ പേര് പോലെ ശുഷ്കമായ വിരലുകൾ. ശസ്ത്രക്രിയ. ഇത് തമ്മിൽ ചേരുംപടി ചേർത്ത് എഴുതാൻ വളരെ പെട്ടെന്ന് എഴുതാവുന്നതാണ്. അതുപോലെ അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്. 22 മുതൽ 24 വരെ ഗദ്യഭാഗം തന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാനാണ്. ഗദ്യഭാഗം വായിക്കുക, അതിൽ താഴെ കൊടുത്തിരിക്കുന്ന 3 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ഇനി നമ്മൾ 25 മുതൽ 27 ഒരു അവസാന ഭാഗത്തെത്തി. 2 എഴുതിയാൽ മതി. 1.5 4 പാരഗ്രാഫാക്കി എഴുതുക. ഇൻട്രൊഡക്ഷൻ, പിന്നെ ആൻസർ 3 പാരഗ്രാഫ് കൂടെ ആക്കി തിരിച്ചെഴുതുക. ഇതിനകത്ത് സന്ദർശനത്തിന്റെ ആസ്വാദന കുറിപ്പ്, പിന്നെ ജനപ്രിയ സിനിമകൾ എപ്പോഴും അങ്ങനെയുള്ളതാണല്ലോ. അതായത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണിക്കുന്ന സിനിമകളാണ് ജനപ്രിയ സിനിമകൾ. അതുകൊണ്ടാണ് അത് ജനപ്രിയമാവുന്നത്. അവാർഡ് സിനിമകളെക്കാളും നമുക്ക് ഇഷ്ടം ജനപ്രിയ സിനിമകളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു സിനിമയുടെ ആസ്വാദനം നമുക്കറിയാവുന്നത് എഴുതാനാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയോ സിനിമകളുടെ അറിയാം. അതിന്റെ ഒരു വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ജനപ്രിയ സിനിമകളാണോ എല്ലാവർക്കും ഇഷ്ടം? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടം ജനപ്രിയ സിനിമകൾ തന്നെയാണ്. ജനപ്രിയമാവാൻ കാരണം ജനങ്ങളുടെ മനസ്സിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സംവിധായകൻ സിനിമയിലൂടെ കാണിക്കുന്നത്. ഇനിയുള്ളത് നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമേ അവശേഷിക്കുന്നു. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. അപ്പം ബഷീറിന്റെ അനർഘ നിമിഷം പദ്യമാണോ ഗദ്യമാണോ? പദ്യമാകാൻ വെമ്പി നിൽക്കുന്ന ഗദ്യമാണ്. കവിതയാകാൻ വെമ്പി നിൽക്കുന്ന ഗദ്യം. വാക്കുകളുടെ നൃത്തഭംഗിയാണ് കവിതയെങ്കിൽ ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിശകലനമാണ് ചോദിക്കുന്നത്. അതിന്റെ ആസ്വാദനം എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗങ്ങളുടെ ആശയം നന്നായി അറിഞ്ഞിരിക്കുക. ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനൊന്നും ബുദ്ധിമുട്ട് വരില്ല. ഇനിയും 1-2 ചോദ്യങ്ങളൂടെ ടീച്ചർ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാഠഭാഗങ്ങളുടെ ആശയങ്ങളൂടെ ഒന്ന് പറഞ്ഞു പോവാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവട്ടി.